ഹലോ എടാ, നമുക്ക് ഈ +2 എക്സാമിന് വരാൻ പോകുന്ന കുറച്ച് എസ് എ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും നമുക്കൊരു മോസ്റ്റ് ഓഫ് 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന് എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിന് വരാനുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. നമുക്കുള്ളത് അക്കൗണ്ടൻസിയിൽ ഫസ്റ്റ് 2 ചാപ്റ്റർ പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്തിലേക്ക് 2 കമ്പ്യൂട്ടറൈസ്ഡിൻ്റെ ഭാഗത്തുനിന്നും ബാക്കി 2 ചാപ്റ്റർ AFSകാർക്ക് AFSൻ്റെ ഭാഗത്തു നിന്നാണല്ലോ ഉള്ളത്. ആദ്യം നമുക്ക് എന്ത് നോക്കാം, നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കോമൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് എസ് എ ക്വസ്റ്റ്യൻ ഫസ്റ്റ് 2 ചാപ്റ്ററിന് ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് സാധ്യത ഉള്ളത്. ആ സാധ്യതയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏകദേശം 100% നമുക്ക് ചാൻസ് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ചോദ്യമായിട്ട് വരുന്നത്. എന്തുണ്ടാക്കാൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്കറിയാം, നമുക്ക് കൂടുതലായിട്ട് പഠിക്കുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാനുമാണ്. ഓക്കെ, മേ ബി ക്യാപിറ്റൽ ഉണ്ടാക്കാനുള്ള ഒരു ചോദ്യം തന്നെ വന്നേക്കാം. പക്ഷേ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ചോദ്യം ഓൾറെഡി നമുക്ക് ഒരു എസ് എ ക്വസ്റ്റ്യൻ പോലെ സെക്കൻഡ് ചാപ്റ്ററിൽ 100% ഷുവറാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു എസ് എ പോലത്തെ അല്ലെങ്കിൽ കൂടുതൽ മാർക്കിന് ചോദിച്ചേക്കാവുന്ന ഒരു പ്രോബ്ലം ചോദ്യമാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു ഡെമോ ക്വസ്റ്റ്യൻ മാത്രമാണ് അവിടെ കൊടുത്തത്. ഈ പറഞ്ഞതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസും പല രീതിയിലും വരാം. ബട്ട് ദ സൊല്യൂഷൻ എന്തായിരിക്കും, ഈ പറഞ്ഞതുപോലെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ഒരു മോസ്റ്റ് ഓഫ് ദ കൂടുതൽ മാർക്കിന് ചോദിച്ചേക്കാവുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ 2 തരത്തിലുള്ള ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്ന ചോദ്യം വളരെ കോമൺ ആയിട്ട് എല്ലാ വർഷത്തെ എക്സാമിലും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം എന്താണ്, ഒരു തിയറി ബേസിൽ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ തിയറി ക്വസ്റ്റ്യൻ ഏതാണ് മാഷ എന്ന് ചോദിക്കുന്നവർക്ക് പറയാനുള്ളതാണ് ആ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി മൂന്നാമതായിട്ട് പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാനുള്ള ചോദ്യമാണ്. അത് ചോദ്യത്തിൻ്റെ ഒരു ഇതുപോലെ എന്തായാലും ആ ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് വരും, 100% ഷുവറാണ്. അതൊരു എസ് എ ക്വസ്റ്റ്യൻ ആവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ ക്യാപിറ്റൽ കാണുന്നതിന് സമയത്തൊക്കെ 2-3 ആൾക്കാർ അത് കാണാൻ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒരു പക്ഷേ അവിടെ എന്ത് സംഭവിച്ചേക്കാം, നമുക്ക് അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എനിവേ കോമൺ ആയിട്ട് ഈ ഡ്രോയിങ്സ് പഠിക്കുന്ന സമയത്ത് ആ ടേബിൾ പഠിക്കാൻ മറന്നു വരുത്, ആവറേജിൻ്റെ ടേബിൾ പഠിക്കാൻ വേണ്ടി മറന്നു വരുത്. ഇതിൽ അഡീഷണൽ ക്യാപിറ്റലിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഈ ഡ്രോയിങ്സും ഉണ്ടെങ്കിലുള്ള ഇതും എന്ത് ചെയ്യാൻ ചെയ്യരുത്, പഠിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ചോദ്യങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇത് 3 അറിയെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഏകദേശം ഒരു 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് എന്താണ് സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ 5-8 മാർക്കിനുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ഇത് 3 ഉറപ്പായിട്ടും ഒന്നാമത്തെ ചാപ്റ്ററിന് ചോദിക്കുന്നതാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഒരു എസ് എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കൂടുതൽ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഏതാണ്, നമ്മുടെ വാല്യൂവേഷൻ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ഒരു ചോദ്യം എന്തായാലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അല്ലെങ്കിൽ 2 മെത്തേഡ് വെച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരു എസ് എ ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ഒരു ചാൻസ് ആണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. ഇതിൽ ഡോണ്ട് വെറി, 100% ഷുവർ ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് എന്ത് വരും, ഈ പറഞ്ഞതുപോലെ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ണർഷിപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതേപോലെ തന്നെ അക്കൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനുള്ള ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞതുപോലെ തന്നെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിനെ സംബന്ധിക്കുന്ന ഒരു 100% ക്വസ്റ്റ്യൻ്റെ 100% ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരും എന്നുള്ളതാണ്. ബാക്കി ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം സാധ്യത ഉള്ളത് 5 മാർക്ക് പോലത്തെ 4 മാർക്ക് പോലത്തെ സാധ്യതകളും നമുക്ക് എന്താണ്, അത് എന്തായാലും ചോദിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പാർട്ണർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് 2 ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കിയിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് അക്കൗണ്ടൻസ് മാത്രമുള്ളവർക്കാണ് ഒരു 2 മിനിറ്റ് ഉണ്ടാവുക. ശേഷമുള്ള 2 മിനിറ്റ് ആർക്കുള്ളതായിരിക്കും, ഈ പറഞ്ഞതുപോലെ AFS ആർക്കുള്ളത്. അപ്പോൾ ആരും എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറൈസ്ഡ് സംബന്ധിച്ചിടത്തോളം അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അതേപോലെ തന്നെ കോഡിഫിക്കേഷൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യം എന്ത് ചെയ്യാം വന്നേക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കുമാണ് നിങ്ങൾക്ക് എന്തുള്ളത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്, ഒരു എസ് എ ചോദിക്കാനുള്ള സാധ്യതകൾ. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ഉള്ള ചോദ്യങ്ങൾ വന്നേക്കാൻ ചാൻസ് ഉള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 2 ക്വസ്റ്റ്യനുമാണ്. അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് ചാൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ വേണ്ടി പറ്റും. അതൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, എങ്ങനെയും ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ്റെ ഏതെങ്കിലും ഒരു 3 എഴുതുക അല്ലെങ്കിൽ ഒരു 4 എഴുതുക എന്നുള്ള ചോദ്യം. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിക്കുക, മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ ഇഷ്ടമുള്ള 2 എഴുതാൻ പറയുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ഭാഗത്ത് നിന്ന്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഭാഗത്ത് നിന്ന്, സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നേരെ എങ്ങോട്ട് പോകും, AFSൻ്റെ ഭാഗത്ത് പോകും. AFSൻ്റെ എസ് എ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി സ്പെസിഫിക് ആണ്, നമുക്ക് 100% പ്രതീക്ഷിക്കാം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ ചാൻസ് വരുന്നത്
വരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ അലോട്ട്മെന്റ് ആൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ് നിങ്ങളുടെ എസ് എ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. AFSന്റെ ഭാഗത്ത് നിന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഈ എസ് എ ക്വസ്റ്റ്യൻ സെറ്റാക്കി വെക്കുക. ശേഷം എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ തന്നെ ഷെയറും ഡിബഞ്ചറും എന്നുള്ളൊരു ചോദ്യം 100% ഷുവർ ആണ്. കാരണം നമുക്കുള്ള 2 ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്റർ ഷെയറിനെ കുറിച്ചുമാണ്, രണ്ടാമത്തെ ചാപ്റ്റർ ഡിബഞ്ചറിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇതിന് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് 100% ഷുവർ ആക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അത് തന്നെ ഇങ്ങനെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. സോ എന്ത് ചെയ്യുക, ഈ 2 ചോദ്യങ്ങൾ, ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ശേഷം വരുന്ന ഈ ഒരു അപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യനും, ഈ പറഞ്ഞതുപോലെ തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് മുതൽ ഈ പറഞ്ഞതുപോലെ റീ ഇഷ്യൂ മുതൽ ഫോർഫീറ്റർ വരെ ഷെയർ റിസർവിലേക്ക് മാറ്റുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഒരു എസ് എ ക്വസ്റ്റ്യൻ ഇത് മൊത്തത്തിലുള്ള ചോദ്യം 100% ഷുവർ ആണ്. പിന്നെ ഇതിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഒരു എസ് എ എന്നുള്ള രീതിയിലല്ല, ഈ പറഞ്ഞ പോലെ 3-4 മാർക്സിന് ചോദിച്ചേക്കാവുന്ന കുറച്ച് കണ്ടീഷൻസ് ഈ ഭാഗത്തു നിന്നുള്ള ഇപ്പം എങ്ങനെ ചോദിച്ചാലും ഒരു ഇഷ്യൂ ആയിട്ട് പാറി, റെഡീംഡ് ആയിട്ട് പാറി, ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുന്ന സിറ്റുവേഷൻസിലുള്ള ചോദ്യങ്ങൾ എല്ലാം ഓരോന്നും വീതം നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ലൈവിലും കാര്യത്തിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ജേർണൽ എൻട്രീസ് മാത്രം പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 4 മാർക്കൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം. ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാമിനേഷൻ. താങ്ക് യു.